കൊളസ്ട്രോൾ റിപ്പോർട്ട്. ദേശീയപാത തകർന്നതിൽ മണ്ണിനെ പഴിച്ച് NHAI. ദൃഢതയില്ലാത്ത മണ്ണാണ് അടിസ്ഥാനമായി ഉപയോഗിച്ചത്. സമീപത്ത് വെള്ളം കെട്ടിനിന്നത് മണ്ണിന്റെ ദൃഢത ഇല്ലാതാക്കി. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, ഹൈക്കോടതിയിൽ NHAI കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ മണ്ണിന് ദൃഢതയില്ലെന്ന് പറയുമ്പോൾ നിർമ്മാണത്തിന് മുൻപ് മണ്ണ് പരിശോധന അവർ നടത്തിയില്ലേ എന്ന ഒരു ചോദ്യം ബാക്കിയല്ലേ? സുജയ, അങ്ങനെ തന്നെയാണ്. ഈ മണ്ണിന്റെ കുഴപ്പമാണ് എന്നാണ് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം കരാറുകാരുടെ വീഴ്ചയാണ് എന്ന കാര്യവും കൂടി. ഇക്കാര്യം കരാറുകാരുടെ വീഴ്ചയാണ്, മണ്ണ് പരിശോധിക്കാത്തത് കരാറുകാരുടെ വീഴ്ചയാണെന്നും ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയെ അറിയിക്കുന്നു. 3 മണിക്ക് ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് ഹൈക്കോടതിയിൽ ദേശീയപാത അതോറിറ്റി സത്യവാങ്മൂലം നൽകുന്നത്. ഈ സത്യവാങ്മൂലത്തിൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദേശീയപാത തകർന്ന സംഭവത്തിലാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. ദൃഢതയില്ലാത്ത മണ്ണാണ് ഈ തകർന്ന സ്ട്രെച്ചുകളിൽ അടിസ്ഥാനമായി ഉപയോഗിച്ചത്. ഒപ്പം സമീപത്ത് വെള്ളം കെട്ടിനിന്നതും മണ്ണിന്റെ ദൃഢത ഇല്ലാതാക്കിയെന്നുമാണ് ദേശീയപാത അതോറിറ്റി ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ കരാറുകാരുടെ വീഴ്ചയാണിത് എന്നും NHAI നൽകിയ റിപ്പോർട്ടിലുണ്ട്. പുതിയ കരാറുകാരിൽ നിന്നും നിലവിലെ കരാറുകാരിൽ നിന്നും അതായത് പ്രശ്നപരിഹാരത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് NHAI ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ പരിഹാര നിർദ്ദേശങ്ങൾ അത് നടപ്പാക്കി തുടങ്ങിയോ ശ്യാം ദേവരാജ്? വിദഗ്ധ സമിതി നിർദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാക്കി തുടങ്ങിയെന്ന കാര്യവും കൂടി ദേശീയപാത അതോറിറ്റി അറിയിക്കുന്നു. പുതിയ കരാറുകളിൽ നിന്നും നിലവിലെ കരാറുകളിൽ നിന്നും ഈ കമ്പനി, ഉത്തരവാദിത്തപ്പെട്ട കമ്പനിയെ വിലക്കി എന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിക്കുന്നത്. പ്രൊജക്ട് കൺസൾട്ടന്റിനെയും NHAI വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചുവെന്നും ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. IIT ഡൽഹിയിലെ വിരമിച്ച പ്രൊഫസർക്കാണ് ഇതിന്റെ മേൽനോട്ട ചുമതല നൽകിയത്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ 2 അംഗ വിദഗ്ധ സമിതിയാണ് ഇക്കാര്യങ്ങളെല്ലാം ഈ വീഴ്ച അന്വേഷിച്ചത്. സമിതി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശം നൽകിയെന്ന കാര്യവും കൂടി ദേശീയപാത അതോറിറ്റി ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഈ ഹർജി ഹൈക്കോടതി 3 മണിക്ക് പരിഗണിക്കാനിരിക്കുകയാണ്. ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ഒന്നാമതായി പറയുന്നത്, ഇത് ദൃഢതയില്ലാത്ത മണ്ണാണ് ഈ റോഡിൽ സ്ട്രെച്ചിൽ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. ഒപ്പം കനത്ത മഴയെ തുടർന്ന് വെള്ളം സമീപത്ത് കെട്ടിയിരുന്നത് ഈ മണ്ണിന്റെ ദൃഢത ഇല്ലാതാക്കി എന്ന കാര്യവും കൂടി പറയുന്നു. അത് കരാറുകാരുടെ വീഴ്ചയാണെന്നും ഹൈക്കോടതിയിൽ ദേശീയപാത അതോറിറ്റി നൽകിയ സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്നു. കരാറുകാരെ ഒഴിവാക്കുന്നതിനെ കുറിച്ച്, അവരെ കരിമ്പട്ടികയിൽ പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ നേരത്തെ തന്നെ NHAI വ്യക്തമാക്കിയതാണ്. ഇനി അറിയേണ്ടത്, വിദഗ്ധ സമിതി അവിടെ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് ഈ മണ്ണിന്റെ ദൃഢതയില്ലായ്മ മാത്രമാണോ? മറ്റു പാളിച്ചകൾ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണോ ശ്യാം ദേവരാജ്? സുജയ, ഇതിൽ പറയുന്നത് ഒറ്റ കാര്യം: ഈ മണ്ണിന്റെ ദൃഢതയില്ലായ്മയാണ് ദേശീയപാത തകരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനൊപ്പം ഇത് കരാറുകാരുടെ വീഴ്ചയാണെന്ന കാര്യവും കൂടി ദേശീയപാത അതോറിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കരാറുകാർക്കെതിരെ നടപടിയെടുത്തത്. അത് നേരത്തെ തന്നെ കരിമ്പട്ടികയിൽപ്പെടുത്തിയെന്ന കാര്യം കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ ദേശീയപാത അതോറിറ്റി ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഒപ്പം പുതിയ കരാറുകളിൽ നിന്നും നിലവിലെ കരാറുകൾ തുടരുന്നതിൽ നിന്നും ഈ കമ്പനികളെ വിലക്കിയെന്നുമാണ് ദേശീയപാത പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദഗ്ധ സമിതിയുടെ IIT-യിലെ വിരമിച്ച പ്രൊഫസറുടെ മേൽനോട്ട ചുമതലയിലുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. 3 മണിക്ക് ഇക്കാര്യത്തിൽ തീരുമാനം വരുന്നത് എന്താണെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.